ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 7? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം 3 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 100ലാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കണം ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ട് പോകുന്ന ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ നോക്കണം. അത് നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ നോക്കും. നമ്മൾ ആദ്യം 100 നോക്കും, 101 നോക്കും, 102 നോക്കും, 103 നോക്കും, 104 നോക്കും. അങ്ങനെ നമ്മൾ 105 യൂസ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 105 ആണ് ടോട്ടലി 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ട് പോകുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ട് പോകുന്ന ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 105 എന്ന് കിട്ടുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത 3 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കാം. 105 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 7 ആഡ് ചെയ്താൽ മതി 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ട് പോകുന്ന അടുത്ത 3 ഡിജിറ്റ് നമ്പർ കിട്ടാനായിട്ട്. 112 112 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സീരീസ് കംപ്ലീറ്റ് ചെയ്യാം. 105 112 അടുത്തത് കണ്ടുപിടിക്കാൻ 112ൻ്റെ കൂടെ 7 ആഡ് ചെയ്താൽ മതി 119 കിട്ടും. എങ്കിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് എക്സാം തീർന്ന വരെ ആഡ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനുള്ള മെത്തേഡാണ് നമ്മൾ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ പഠിക്കുന്നത്. എത്ര 3 ഡിജിറ്റ് നമ്പർ 7 കൊണ്ട് ടോട്ടലി ഡിവിസിബിൾ ആയിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ സീരീസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ടേം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. എ മനസ്സിലാക്കാൻ പറ്റും. എ എന്ന് പറയുന്നത് എന്താണ്? 105 ആണ്, 105 ആണ്. കോമൺ ഡിഫറൻസ് നമ്മളറിയാം. നമ്മൾ 7 കൂട്ടിയല്ലേ പോയത്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം ഇതിൻ്റെ ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണെന്ന് മനസ്സിലാവും. ഇനി അടുത്ത് നമ്മൾ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ നോക്കി. ഇനി നമുക്ക് ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ നോക്കണം. എങ്കിലേ നമുക്ക് ആ സീക്വൻസ് മുഴുവൻ കിട്ടിയിട്ട് നമ്മുടെ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് n കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം പോസിബിൾ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 999 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത് നോക്കുവാണ്. 7 കൊണ്ട് ഈ 999 ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആ റിമൈൻഡർ 5 കിട്ടും. ഈ കിട്ടുന്ന റിമൈൻഡർ 5നെ ഞാൻ 999 നിന്ന് കുറയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസറാണ് 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ട് പോകുന്ന ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പം 999നെ ഞാൻ 5 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 994 കിട്ടും. ഇതാണ് ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ആ സീക്വൻസ് എഴുതാൻ പറ്റി. 105 112 119 എക്സെട്രാ 994. ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി, ലാസ്റ്റ് ടേം കിട്ടി. അപ്പോൾ എന്താണ് ആ ഫോർമുല? ലാസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്താണ്? എ 105 കിട്ടി, ഡി 7 കിട്ടി, എ 994 കിട്ടി. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോർമുല an = a + n - 1 × d ആണ്. അപ്പോൾ നമുക്ക് an ഉണ്ട്, a ഉണ്ട്, d ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് an 994 = 105 + n - 1 × 7. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 105നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും. 994 മൈനസ് 105 889 എന്ന് കിട്ടും n - 1 × 7. പിന്നെ നമുക്ക് n - 1 ഉണ്ട്. n മാത്രം എത്തിക്കാനുള്ള രീതി അറിയാമല്ലോ നിങ്ങൾക്ക്. n - 1 കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എന്താണ് 889 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോഴാണ് 127 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ n - 1 = 127 ആണ്. അപ്പോൾ ഈ n മാത്രം ഈ സൈഡിലിട്ടിട്ട് -1നെ സ്റ്റെപ്പ് ഞാൻ വിട്ടുപോയി, ഞാൻ പറഞ്ഞുതരാം. n മാത്രം ഈ സൈഡിലിട്ട് -1നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 127 + 7 + 1 എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് 128 എന്ന് കിട്ടും. കിട്ടി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 128 3 ഡിജിറ്റ് നമ്പർ ഉണ്ട് 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ.